4 ടീസ്പൂൺ മൈദ എടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുഴച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ കുഴച്ച് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ കുഴയ്ക്കാം. അപ്പോൾ നമ്മുടെ മൈദപ്പൊടി ഇവിടെ കുഴച്ച് കഴിഞ്ഞ് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പരത്താട്ടാ. മൂടി വയ്ക്കാം. മൂടി വെച്ചാൽ ചെറിയ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. പരത്തിയെടുക്കട്ടാ. പിന്നെ ഐസ് പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടല്ലോ, ഡ്രസ്സിൽ വെച്ചിട്ട് ലേശം ഓയിൽ തടവി കൊടുക്കാം. വയ്ക്കാം. അപ്പം ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാട്ടാ. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കും. നമുക്ക് 1 ബൗൾ തേങ്ങ ഇട്ട് കൊടുക്കാട്ടാ. ഇളക്കി കൊടുക്കാം. ഇതേപോലെ മൊരിഞ്ഞ് വരട്ടെട്ടാ. ഇനി നമുക്ക് കുറച്ച് അവിലും ചെറിയ ജീരക ഇലയ്ക്ക് ചതച്ചിട്ടതാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിലും തേങ്ങയും കൂടി വറുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടിയാണ് മിക്സ് ചെയ്തെടുക്കണം. അത് സെറ്റായി വന്നുണ്ടോ. സ്റ്റൗ ഓഫ് ചെയ്യാട്ടോ. അപ്പം നമ്മൾ മൈദ മാവ് പരത്തി വെച്ചത് ഇനി ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. ഇതുപോലെ അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം തിളച്ചൊന്ന് നോക്കട്ടെ. നമ്മൾ പരത്തി വെച്ചിരുന്നത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. സിമ്മിലിടാം. ഇനി നമുക്ക് കോരാം. സ്റ്റൗ ഓഫ് ആക്കാം. നല്ലപോലെ വറവായി കോരാൻ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.